പ്രവാസികൾക്ക് ലോൺ നൽകാൻ പിന്നോട്ടെങ്കിലും സ്വന്തം കാര്യം നോക്കാൻ പിശുക്കില്ല. കഴിഞ്ഞ 3 വർഷം ജോലി തേടിയവർ 50,000-ലധികമാണെങ്കിൽ കിട്ടിയത് 776 പേർക്ക്. പ്രവാസി പുനരധിവാസ പദ്ധതിക്കുള്ള ലോൺ ആകെ കിട്ടിയത് 1461 പേർക്ക്. ലോക കേരള സഭ വെബ്സൈറ്റിനായി മുടക്കിയത് 4 ലക്ഷത്തിലേറെ രൂപ. പ്രവാസികളിൽ നോർക്കയുടെ സഹായം കിട്ടുന്നത് 10% മാത്രം. വിവരാവകാശം വഴി ലഭിച്ച വിവരങ്ങൾ ഇങ്ങനെയാണ്. പ്രവാസികളെ സഹായിക്കാൻ നോർക്ക സർവ്വസജ്ജമെന്ന് പറയുമ്പോഴും പ്രവർത്തനത്തിൽ നോർക്ക പിന്നിൽ തന്നെ. നോർക്കയുടെ സഹായം പ്രവാസികൾക്ക് ലഭിക്കുന്നില്ല എന്ന പരാതി ഉയരുമ്പോൾ തന്നെയാണ് സഹായം തേടിയെത്തുന്ന പ്രവാസികളെ നിരാശരാക്കുന്നു എന്ന് നോർക്ക തന്നെ വെളിപ്പെടുത്തുന്നത്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നോർക്ക ജോബ് പോർട്ടൽ വഴി ജോലി ലഭിച്ചത് 776 പ്രവാസികൾക്ക് മാത്രം. 50,000-ലധികം പേർ അപേക്ഷ സമർപ്പിച്ചപ്പോൾ നോർക്ക വഴി ജോലി ലഭിച്ചത് 776 പേർക്ക് മാത്രം. നോർക്ക വഴിയുള്ള ലോണിന് 30,313 പ്രവാസികൾ അപേക്ഷിച്ചെങ്കിലും ലോൺ നൽകിയത് 1461 പേർക്ക് മാത്രം. പ്രവാസികളെ സഹായിക്കാൻ സർവ്വസന്നദ്ധമായി നോർക്ക നിലകൊള്ളുന്നെങ്കിലും നോർക്കയുടെ സഹായം ലഭിക്കുന്നത് വളരെ കുറച്ചു പേർക്ക് മാത്രമാണ്. തിരികെ എത്തിയ പ്രവാസികൾക്ക് സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിനു വേണ്ടി നോർക്ക ആരംഭിച്ച പദ്ധതിയാണിത്. വായ്പാ പദ്ധതിയുടെ വിപുലീകരണം നോർക്ക നടത്തുമ്പോൾ തന്നെയാണ് പലരുടെയും അപേക്ഷകൾ തഴയപ്പെടുന്നത്. വിവരാവകാശ പ്രകാരം നൽകിയ അപേക്ഷയിലാണ് നോർക്കയുടെ ഈ വെളിപ്പെടുത്തൽ. പക്ഷേ സ്വന്തം ആവശ്യങ്ങൾക്ക് നോർക്ക പിശുക്ക് കാണിക്കുന്നുമില്ല. ലോക കേരള സഭയുടെ വെബ്സൈറ്റിന് നോർക്ക മുടക്കിയത് 4,86,000 രൂപയെന്നും വിവരാവകാശത്തിൽ വെളിപ്പെടുത്തുന്നു. വിവരാവകാശ പ്രവർത്തകനായ ഗോവിന്ദൻ നമ്പൂതിരി നൽകിയ അപേക്ഷയിലാണ് നോർക്ക തങ്ങളുടെ പ്രകടനത്തെക്കുറിച്ച് ഈ വിധം വെളിപ്പെടുത്തിയിരിക്കുന്നത്. നോർക്കയിൽ സഹായം തേടിയെത്തുന്ന 10% പേർക്ക് മാത്രമാണ് നോർക്കയിൽ നിന്നും സഹായം ലഭിക്കുന്നത് എന്നാണ് വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷയിൽ നിന്ന് വെളിപ്പെടുന്നത്. അപേക്ഷകരായ പ്രവാസികൾക്ക് ലോൺ നൽകുന്നതിൽ നോർക്ക പിശുക്ക് കാണിക്കുന്നുണ്ട്. എന്നാൽ പദ്ധതി വിപുലപ്പെടുത്തുന്ന കാര്യത്തിൽ നോർക്ക ഇപ്പോഴും മുൻപന്തിയിൽ തന്നെയാണ്. പ്രവാസി വായ്പാ പദ്ധതി വിപുലമാക്കാൻ ഫെഡറൽ ബാങ്കുമായും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുമായി ധാരണാപത്രം കൂടി നോർക്ക ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുണ്ട്. ലോക കേരള സഭയുടെ വെബ്സൈറ്റിനായി നോർക്ക മുടക്കിയിരിക്കുന്നത് 4,86,000 രൂപയാണ്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുമ്പോഴാണ് ഈ വൻതുക വെബ്സൈറ്റിന് വേണ്ടി മാത്രം നോർക്ക മുടക്കിയിരിക്കുന്നത്. വെബ്സൈറ്റിന് വേണ്ടി വൻതുക നോർക്ക മുടക്കിയെങ്കിലും ലോക കേരള സഭയുടെ പ്രവർത്തനങ്ങളിൽ ഒരു പുരോഗതിയും ദൃശ്യമായിട്ടുമില്ല. പ്രവാസികളെ ആകർഷിക്കാൻ കേരള സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച ലോക കേരള സഭ 1 വർഷം പിന്നിടുന്ന വേള കൂടിയാണിത്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ തിരുവനന്തപുരത്ത് നടന്ന ആദ്യ സമ്മേളനത്തിന് ശേഷം 10 മീറ്റിംഗുകൾ ലോക കേരള സഭയുടെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. അതേസമയം ഏറെ പ്രതീക്ഷയോടെ ഇടതു സർക്കാർ ഉയർത്തിക്കാട്ടിയ എയർ കേരളയുടെ തൽസ്ഥിതിയെപ്പറ്റി ഒരറിവുമില്ലെന്നും വിവരാവകാശത്തിൽ നോർക്ക വ്യക്തമാക്കുന്നു.